സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 880 രൂപയും ഗ്രാമിന് 110 രൂപയുമാണ് ഇന്ന് ഇടിഞ്ഞത്. അതേസമയം നിലവിലെ ഇടിവിൽ ആശ്വസിക്കാൻ വകയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 880 രൂപ കുറഞ്ഞതോടെ ഇന്നൊരു പവന് 1,16,160 രൂപയാണ് വില. ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 14,520 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ പവന് 1,16,240 രൂപയായിരുന്ന വില വൈകുന്നേരത്തോടെ 1,17,040 രൂപയായി ഉയർന്നിരുന്നു. അവിടെ നിന്നുമാണ് വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നൊരു പവൻ സ്വർണം ആഭരണമായാണ് വാങ്ങുന്നതെങ്കിൽ 1.5 ലക്ഷം രൂപയെങ്കിലും ചെലവ് പ്രതീക്ഷിക്കാം. 5% പണിക്കൂലിയും 3% GSTയും ഹോൾമാർക്കിംഗ് ചാർജും ഉപഭോക്താവ് അധികമായി നൽകണം. ഡോളർ സൂചിക 96.85 എന്ന നിരക്കിലേക്ക് ഉയർന്നതാണ് സ്വർണ്ണവില ഇന്ന് കുറയാൻ കാരണം. ക്രൂഡ് ഓയിൽ വിലയിലും നേരിയ കുറവ് വന്നിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണ്ണവില $5,066 എന്ന നിരക്കിലേക്ക് താഴ്ന്നു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 90.54 ഉയർന്നു. എങ്കിലും അമേരിക്ക ഇറാൻ ചർച്ചയുടെ ഭാവി വരും ദിവസങ്ങളിൽ വിപണിയെ മാറ്റിമറിക്കും. അതേസമയം സ്വർണ്ണവിലയിലെ ഇടിവ് ശാശ്വതമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുറവിനെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ഇത് വിവാഹ പാർട്ടികളെ അല്പം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ അവരെയാണ് സാരമായി ബാധിക്കാറുള്ളത്. ഇന്ത്യക്കാരാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. പൊതുവെ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുന്നതിനാൽ തന്നെ സ്വർണം വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണത്തിനും കുറവുണ്ടാവില്ല. എന്നാൽ ഈ വില ഇങ്ങനെ കൂടുകയാണെങ്കിൽ സ്വർണം സാധാരണക്കാർക്ക് കിട്ടാക്കനി തന്നെയായി മാറാനാണ് സാധ്യത. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.